അപ്പോൾ നമ്മൾ നമ്മുടെ അരോണയ്ക്ക് മാത്രമല്ല ഓസ്കാറിനും കൂടെ നമ്മളിന്ന് ലൈഫ് ഫീഡ് കുഞ്ഞ് പൊടിമീനെ കണ്ടത്തിൽ നിന്ന് പിടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ പിടിക്കുന്ന സ്ഥലം ഇതാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം മീനൊക്കെ ഉണ്ട്. അതായത് പിന്നെ നിങ്ങളിത് കാണുന്നവർ ഒരു കാര്യം കൂടെ ചിന്തിക്കുക. ഇപ്പം കുറേ പേര് വിചാരിക്കുമായിരിക്കും ഇവിടുന്ന് ഈ ജീവനുള്ള മീനെ പിടിച്ച് കൊല്ലാൻ കൊടുക്കുമല്ലേ, നോർക്കുമായിരിക്കും. പക്ഷെ അങ്ങനെ നോർക്കേണ്ട കാര്യമില്ല. കാരണം ഇത് 2 ദിവസം കഴിഞ്ഞ് ഈ വെള്ളം മുഴുവൻ വറ്റും, ഇവിടുത്തെ മീനെല്ലാം ചത്തുപോകും. അതുപോലെ തന്നെ കാക്ക, കൊക്ക് അതുപോലത്തെ സാധനങ്ങളൊക്കെ വന്ന് എന്തായാലും മീൻ ഉറപ്പായിട്ട് പിടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ടാണ് നമ്മളിത് പിടിച്ച് മീൻ കൊടുക്കുന്നതല്ലേ. ഇതല്ലെങ്കിൽ വേറെ വലിയ കുളങ്ങളിലാണെങ്കിൽ പോലും വലിയ മീനുകൾ ഈ ചെറിയ മീനെ തിന്നുമല്ലേ. അപ്പം അങ്ങനെയൊന്നും ആരും വിചാരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇത് കാണാൻ താല്പര്യമില്ലാത്തവരൊന്ന് സ്കിപ്പ് ചെയ്ത് വിടുക, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ഇതിനെ പിടിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പിടിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇത് കണ്ടില്ലേ. ഇത് നമ്മുടെ പഴയ വീഡിയോ കണ്ടാൽ അറിയാം. നമ്മളൊരു നെറ്റ് മര്യാദക്കുള്ളൊരു നെറ്റായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് പിടിക്കാം. അത് ചെറിയ മീനാട്ടോ, തീരെ പൊടിയെ നമുക്ക് ഈ ഒരു കോലിൽ നമുക്ക് അത്യാവശ്യം കുഞ്ഞു മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ കിട്ടുന്ന മീൻ മൊത്തം എടുക്കുന്നില്ല. ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് നമ്മൾ എടുത്തിട്ട് ബാക്കിനെ നമ്മൾ അപ്പുറം ചെറിയൊരു തോട് പോലെ സംഭവം ഉണ്ട്, അതിലേക്ക് ഇറക്കി വിടുന്ന കേട്ടോ. നമ്മുടെ മീന് വേണ്ട അത്ര മീനെ മാത്രം നമ്മളിപ്പോൾ ഇതിൽ നിന്ന് പിടിക്കുന്നുള്ളൂ. നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള 2 കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ആകുമ്പോൾ അരോണയ്ക്ക് കറക്റ്റ് സൈസാണ്. അരോണ എന്തായാലും ചേസ് ചെയ്ത് പിടിക്കാൻ അവന് ഭയങ്കര മടിയാണ്. നമുക്കിതിനെ പകുതി കൊന്നിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ചിലവർക്കൊക്കെ സങ്കടം ദേഷ്യമൊക്കെ തോന്നിയേക്കാം. അവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തു കേട്ടോ. നമുക്കൊരു വരാലും കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു വരാലും കുഞ്ഞാണേ. ഇതിനെ നമുക്ക് റിലീസ് ചെയ്യാം. ഇവിടെ റിലീസ് ചെയ്ത് ചത്തുപോകുന്ന നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അതുപോലെ നമ്മൾ അപ്പുറം ചെറിയൊരു ഓലി പോലെ ഉണ്ട്, അപ്പം അതിലേക്ക് നമുക്ക് ഇതിനെ റിലീസ് ചെയ്യാം. റിലീസ് ചെയ്യാൻ പോവാണ്. അത് പോയിട്ടുണ്ട്. ഇങ്ങനെ കിട്ടുന്ന വളരുന്ന മീനുകളെയൊക്കെ മാക്സിമം എല്ലാവരും റിലീസ് ചെയ്യാൻ തന്നെ അതായിരിക്കും നല്ലത്. നമുക്ക് പിന്നീട് വലുതാകുമ്പോൾ നമുക്കല്ലേ പോലും നമ്മുടെ ഭാവി തലമുറയ്ക്കാണെങ്കിലും കിട്ടിക്കോളൂല്ലോ. ഇതും പറ്റിപ്പോവും, എന്നാലും നമുക്ക് പറ്റുന്നത്രയൊക്കെ രക്ഷിക്കാൻ നോക്കാം. അപ്പോൾ ബാക്കി നമ്മൾ മീനെ പിടിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇത്ര മീനാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ വലിയ മീനുകളെ മാത്രം നമ്മൾ അരോണയ്ക്ക് കൊടുക്കുന്നുള്ളൂ. കാരണം അരോണ ഇട്ട് ചേസ് ചെയ്ത് പിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇച്ചിരി പകുതി ഒന്ന് കൊന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ അവൻ പെട്ടെന്ന് തന്നെ പിടിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വലിയ മീനുകൾ അരോണയ്ക്ക് കൊടുക്കാം, ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് ഓസ്കാറിനും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം, നമ്മുടെ ഒരു ഓസ്കാറും കൂടെ കഴിഞ്ഞേ ഉള്ളൂ. 2 ഓസ്കാർ ആ മഴ ഇത് വെള്ളം കുളം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ചാടിപ്പോയായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ഓസ്കാറിന് നമ്മൾ വേറൊരു കൂട്ടായിട്ടൊരു ഓസ്കാറിനോട് മേടിച്ച് കൊടുക്കും. ഓസ്കാറിന് ഫ്ലവറോണിനെ കൂട്ടിട്ട് കൊടുക്കണോ അതോ ഓസ്കാർ തന്നെ മേടിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ അത് നന്നായിട്ട് അറിയാവുന്നതല്ലോണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണം, നല്ലതായിരിക്കും. പിന്നെ നമുക്കെന്നാൽ അരോണയ്ക്ക് ഫീഡ് ചെയ്തേക്കാം അല്ലേ. പിന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ ഒരു ഗീവ് അവേ നടത്താൻ ആലോചിക്കുന്നുണ്ട്. അത് 500 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പോഴത്തേനാണ് ഗീവ് അവേ ആയിട്ട് എന്നെ കൊടുക്കുന്നതെന്നുള്ളത് നമ്മളിപ്പോൾ പറയുന്നില്ല. അത് എത്രയും പെട്ടെന്ന് 500 ആവുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അത്യാവശ്യം നല്ലൊരു ഗീവ് അവേ ആയിരിക്കും. എന്ന് വെച്ച് ഓവർ എക്സ്പെക്റ്റേഷൻസും വേണ്ട, ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന നല്ലൊരു ഗീവ് അവേ ആയിരിക്കും കേട്ടോ. എല്ലാവരും അതിൻ്റെ അത് പങ്കെടുക്കാൻ നോക്കണം. അതുപോലെ ഇതിൻ്റെ അകത്തൊരു ചെറിയ വരാലും കുഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. അതിനെല്ലാം നമ്മൾ റിലീസ് ചെയ്യും. ഈ വരാലും കുഞ്ഞിനെ നമ്മൾ വളർത്താൻ പറ്റണോ, വളർത്തും. വരാലാണോ നോക്കണം. അപ്പം നമുക്കെന്നാൽ ആരോണയ്ക്ക് ഇത് ഫീഡ് ചെയ്തേക്കാം. ഇതിൻ്റെ അത് കണ്ടോ ഒരു
കക്ക കിടപ്പുണ്ട് കേട്ടോ. കക്ക ജീവനുള്ള കക്കയാണ്. കയറി വരുന്നുണ്ട്. നമ്മളപ്പോൾ നമ്മുടെ അരോണയ്ക്ക് കൊടുക്കാൻ വേണ്ടി 2 മീനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കുറെ നേരമായി നല്ല വെള്ളത്തിൽ ഇട്ടുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ഇതാണ് 2 ഇതിന്റെ പേരെന്നാന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. നമ്മുടെ കണ്ടത് ഇഷ്ടം പോലെ കാണണം, പക്ഷെ ഇതിന്റെ പേരെന്നാ ഇതുവരെ ഞാൻ ചോദിച്ചവർക്ക് ആർക്കും അറിയത്തില്ല. ഇതിലും വലുതായി കണ്ടിട്ടുമില്ല. അപ്പൊ ആർക്കെങ്കിലും അറിയാമെങ്കിൽ മീനൊന്ന് കണ്ടോളൂ. അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനൊന്ന് പകുതി കൊന്നിട്ട് കൊടുക്കുക. ഞാൻ ഓൾറെഡി ഇന്നൊരു പല്ലീനെയും കൊടുത്തതാണ്, അതുപോലെ കുറച്ച് പൊടി ഇതുപോലത്തെ മീനും കൊടുത്തായിരുന്നു. ഞാൻ തിന്നോന്ന് ചോദിച്ചാൽ തിന്നാൻ കഴിക്കത്തൊന്നുമില്ല. ഒന്ന് കൊന്നിട്ട് കൊടുക്കുക കേട്ടോ. കൊല്ലുന്ന ഞാൻ കാണിക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ അരോണയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മീനെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അരോണയ്ക്ക് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു പേരിട്ടിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ കണ്ടവർക്ക് അറിയാം. മത്തി എന്നാണ് അവനെ പേരിട്ടേക്കുന്നത്. അത് ആരെ ഇട്ടേന്നൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പോൾ നമ്മുടെ മത്തിക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇത് കാണുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സങ്കടം തോന്നുകയാണെങ്കിൽ ആരും ഒന്നും സങ്കടപ്പെടണ്ട. ഇതൊന്ന് സ്കിപ്പ് ചെയ്ത് വിട്ടു, ഒന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പം അത്യാവശ്യം എൻ്റെ വയറൊക്കെ നിറഞ്ഞിരിക്കും. ഇന്ന് ഞാൻ കുറെ കൊടുത്തത്. ഇപ്പം ക്യാമറയ്ക്ക് ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ടല്ലേ. ഇതവൻ തിന്നോന്ന് എനിക്കറിയത്തില്ല, നോക്കട്ടെ. പല്ലീനൊക്കെ തിന്ന് വയറൊക്കെ അത്യാവശ്യം നിറഞ്ഞിരിക്കുക. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. അതുപോലെ തന്നെ ഞാൻ രാവിലെ കുറച്ച് ജീവനോടുകൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ജീവനോടെ കൊടുത്തൊക്കെ 2-3 ഇനിയുണ്ട് മിച്ചം. അതെല്ലാം അതിൻ്റെ അടിയിൽ പോയി ഒളിച്ചു കഴിഞ്ഞ് ഇവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.